പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനം തന്നു. ഒരു പുത്തൻ പുലരി, പുതിയ പ്രഭാതം, പുതിയ ഒരു തുടക്കം, ഇതൊരു പുതിയ ആരംഭം ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. എല്ലാ ദൈവത്തിൻ്റെ നന്മകൾക്കും ഉപകാരങ്ങൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നമുക്കായി ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം കർത്താവിൻ്റെ പ്രാർത്ഥനയോടെ കർത്താവിലേക്ക് അർപ്പിച്ചുകൊണ്ട് വചനധ്യാനത്തോടെ നമുക്ക് ആരംഭിക്കുന്നതിനായി ഒരു വേദവചനം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 23 വേഴ്സ് 29. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇറ്റ്സ് നോട്ട് മൈ വേർഡ് ലൈക്ക് ആസ് എ ഫയർ, saith the Lord, and like a hammer that breaketh the rock in pieces. കെജവിലെ ട്രാൻസ്ലേഷനാണ്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിൻ്റെ ശക്തിയെ യിരെമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേലിനോട് അറിയിക്കുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, യെശയ്യാവ് പറയുന്നു, ആ വചനം ഞാൻ അയച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരികയില്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ദൈവം അയക്കുന്ന കാര്യം സാധിപ്പിച്ചിട്ടേ അത് മടങ്ങി വരികയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എൻ്റെ വചനം തീ പോലെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം ഒരു തീ പോലെ, ഒരു തീ പോലെ, ഒരു തീ പോലെ. ആത്മാവിലതൊന്ന് കണ്ടേ, ഒരു തീ പോലെ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഒരു തീ പോലെ. അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അത് മാത്രമല്ല, യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനാ കർത്താവ്. ദൈവം തമ്പുരാൻ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനാ. നോക്കുമ്പം ഹൃദയത്തിനകത്തേക്ക്, ഏത് എക്സ്റേ എടുത്താലും അതിനപ്പുറത്തേക്ക്, നമ്മുടെ പുറമേ അല്ല, ഹൃദയത്തിനകത്തേക്ക്, അകത്തളത്തിലേക്ക് നോക്കുന്ന ഒരു ശക്തിയാണ്. അതാ എൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം തീ പോലെ. തീ ശുദ്ധീകരിക്കും, തീ ഭയപ്പെടുത്തും. പക്ഷേ ആ തീ ഉണ്ടല്ലോ, നേരോടെ നടക്കുന്നവരെ അതിനകത്ത് നടത്തുന്ന ഒരു തീയുണ്ട്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എൻ്റെ യഹോവയുടെ അരുളപ്പാട്. പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ പാറയിൽ ഭയങ്കര, ഈ ചെറിയ ചുറ്റികയല്ല, കൂടം എന്നൊക്കെ പറയുന്ന വലിയ ചുറ്റികയുണ്ട്. ഇത് എത്ര വലിയ കഠിനപ്പെട്ട പാറയാണെങ്കിലും അതിനെ ഞടിക്കുമ്പോൾ പൊട്ടിച്ച് കളയുന്ന ചുറ്റികയുണ്ട്. അതാ ഇവിടെ ഉദ്ദേശിക്കുന്ന ഹാമർ. ആ പാറയെ തകർക്കുന്ന കൂടം പോലെയുള്ള ചുറ്റികകളുണ്ട്. ഈ ചുറ്റിക, അതിനെക്കുറിച്ച് പറയുന്നേ, ഈ ചുറ്റിക എന്ന് പറയുമ്പോൾ പല ശക്തമായിട്ട് നിൽക്കുന്ന കരിങ്കൽ പാറ, ഒരിക്കലും ഇളകുകയില്ല എന്ന് വിചാരിക്കുന്നത്, ഇത് തകർക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിക്കുന്നത്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അസാധ്യമെന്ന് വിചാരിക്കുന്നത്, ഇത് തകർത്തു കളയാൻ അസാധ്യമെന്ന് വിചാരിച്ച് ഒരിക്കലും തകർക്കപ്പെടാൻ കഴിയാതിരിക്കുന്ന ഇടത്താണ്, കഴിയില്ല എന്ന് പറയുന്ന ഇടത്താണ് പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് പറയുന്നത്. ഇന്ന് നീ അസാധ്യമെന്ന് പറയുന്നിടത്ത് ഒരിക്കലും ഇളകുകയില്ല, ഇതിൻ്റെ സാധ്യത മങ്ങിപ്പോയി, ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്ന ഇടത്ത് കുഞ്ഞെ, ഇന്ന് നീ ഒന്ന് വിശ്വസിച്ചേ. ദൈവത്തിൻ്റെ വചനം അതൊരു വാഗ്ദത്തമാണ്. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാ. ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാ. ഹല്ലേലൂയ. ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക. ഇതൊന്ന് വിശ്വസിച്ചേ, ഈ വചനം ഒന്ന് വിശ്വസിച്ചേ. ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക കുഞ്ഞേ, ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക. എൻ്റെ വചനം തീ പോലെ. ഇത് ശുദ്ധീകരിക്കും, ഇത് ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ ചെല്ലുന്നത് പോലെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഭാരങ്ങളെ മാറ്റിക്കളയും. ഈ വചനം അത് എതിര് നിൽക്കുന്ന അശുദ്ധിയെ തീ പോലെ കത്തിച്ചു കളയും. എൻ്റെ വചനം അതേ തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് അസാധ്യമെന്ന് പറഞ്ഞൊരു പർവ്വത സമാനമായി പ്രതിസന്ധി പോലെ ഒരിക്കൽ സെരുബാബേൽ എന്ന് പറയുന്ന മനുഷ്യൻ ആലയം പണി തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഭാഗം സ്റ്റക്കായി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല, ഇനി ഒരിക്കലും ഒക്കത്തില്ലെന്ന് വിചാരിച്ച് അതേ ചഞ്ചലപ്പെട്ടിരിക്കുന്ന രാത്രിയിൽ ഒരു ദർശനത്തിൽ അന്ന് സെരുബാബേലിനോട് സെക്കരിയാവിനോട് ഒരു അരുളപ്പാടുണ്ടായി. സെക്കരിയ പ്രവാചകൻ സെരുബാബേലിനോട് പറഞ്ഞു,
അയ്യോ സെരുബ്ബാബേലേ, സെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീയാ. സെരുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ, നീ സമഭൂമിയായി തീരും. എന്നിട്ട് അടുത്ത വാക്ക് കൃപ, കൃപ എന്ന ആർപ്പോടുകൂടി അതിനാണിക്കല്ല് കയറ്റും. കുഞ്ഞെ, കഴിവിനും പ്രാപ്തിക്കും അപ്പുറം ഒരു ദൈവകൃപ നീ പ്രാപിച്ചിട്ടുണ്ടോ? ആ കൃപ പ്രാപിച്ച നിന്നോടാ പറയുന്നത് കൃപ, കൃപ എന്ന ആർപ്പോടുകൂടി, കൃപ, കൃപ എന്ന ആർപ്പോടുകൂടി ഈ പാറയെ, ഈ പ്രതിസന്ധിയെ, ഈ വേദനയെ മറികടക്കുന്ന ഒരു ദൈവശക്തി നിന്റെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നീ എന്നറിഞ്ഞേ, ഈ പ്രതിസന്ധിയെ, ഈ ശോധനയെ, ഈ വേദനയെ മറികടക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. പാറയെ തകർക്കുന്ന ചുറ്റികയായി. യെസ്, പാറയെ തകർക്കുന്ന ചുറ്റികയായി. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. എങ്ങനെ? ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ, കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ ഇത് സമഭൂമിയായി തീരുന്നു. ഈ പർവ്വത സമാനമായ പ്രതിസന്ധി ഇത് സമഭൂമിയായി തീരും ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ. അതേ, എത്ര വലുതായിരുന്നാലും അതൊരു ഹിമപാളി പോലെ ഉരുകി മാറും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ. ഈ പ്രതിസന്ധി, ഈ ശോധന, ഈ വേദന, ഇത് ഉരുകി മാറും. അതേ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ഉരുകി മാറി പോലെ കൃപയാൽ നീ അതിനെ കീഴടക്കും. ആ പ്രതിസന്ധി നിന്നെ അടക്കുകയല്ല, നീ പ്രതിസന്ധിയെ കീഴടക്കും. ഈ പർവ്വതം നിന്നെ അടക്കുകയല്ല, നീ പർവ്വതത്തെ കീഴടക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ വചന ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ അതിനെ ഓവർകം ചെയ്യും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നീ അതിനെ ഓവർകം ചെയ്യും. ദൈവത്തിന്റെ വചനം തീ പോലെ, തീ പോലെ, തീ പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ അതങ്ങനെ തന്നെ ഏറ്റെടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഒരു പ്രതിസന്ധി പോലെ, ഒരു പർവ്വതം പോലെ നിൽക്കുന്നിടത്ത് പാറയെ തകർക്കുന്ന ചുറ്റികയായി തീ പോലെ ഇറങ്ങി വരുന്ന ദൈവവചനം, അത് കർത്താവേ, അത് ആ തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റികയായി അതിനെ ഫിനിഷ് ചെയ്യുന്ന ആ പ്രോബ്ലത്തിന്റെ മുകളിൽ, പ്രതിസന്ധിയുടെ മുകളിൽ ദൈവശക്തി ഇറങ്ങി വന്ന് കൃപ, കൃപ എന്ന ആർപ്പോടുകൂടി ആലിക്കല്ല് കയറ്റുന്നത് ആത്മാവിൽ ഞങ്ങൾ അറിയുന്നു. അങ്ങനെ തന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം കൂടിയിരിക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചരകടിയിൽ നമ്മളെ മടക്കപ്പെടുമാറാകട്ടെ. God bless you. Thank you so much.